ഹലോ ഫ്രണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മറ്റൊരു ശത്രുവാണ് മംഗ്ലീഷ്. മംഗ്ലീഷ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഓക്കെ, മെസ്സേജുകൾ അയക്കുമ്പോൾ പലരും ഈ മംഗ്ലീഷിനെ ആശ്രയിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഓർക്കുക, അത് സ്പോക്കൺ ഇംഗ്ലീഷിലെ നമ്മുടെ പുരോഗതിയെ സാരമായി ബാധിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉള്ള ഒരു നല്ല അവസരമാണ് ഈ മെസ്സേജുകൾ. അവിടെ പരമാവധി ഇംഗ്ലീഷ് ഉപയോഗിക്കുക. തീരെ നിർവാഹമില്ലെങ്കിൽ മാത്രമേ മംഗ്ലീഷിൽ ആശ്രയം പ്രാപിക്കാവൂ. ഓക്കെ, ഇനി മാത്രവുമല്ല, പലപ്പോഴും ഈ മംഗ്ലീഷിനേക്കാൾ എളുപ്പം ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുന്നതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഞാൻ മംഗ്ലീഷ് ഉപയോഗിക്കാറില്ല, എന്നാലും ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആർക്ക് വരാൻ പറ്റും, അതെങ്ങനെയാണ് എഴുതുന്നത്? ഏറെക്കുറെ ഇങ്ങനെയാണ് തോന്നുന്നു. ആർക്ക് വരാൻ പറ്റും. അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഹൂ ക്യാൻ കം എന്ന് ചോദിക്കാൻ വളരെ എളുപ്പമല്ലേ? അതല്ലെങ്കിൽ പറയാൻ പറ്റില്ല, അത് മംഗ്ലീഷിൽ എഴുതുന്നതിന് പകരം കാൺട്ട് സേ എന്ന് പറയുന്നത് എത്ര എളുപ്പമാണ്. ഇനി നാളെ കാണാം, അതിന് നമുക്ക് സീ യു ടുമോറോ എന്ന് പറയാം. അപ്പോൾ സീ യു ടുമോറോ എന്ന് പറയുമ്പോൾ അത് മുഴുവൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അത് ഷോർട്ടായിട്ട് എഴുതാനും പറ്റും, ഇവിടെ കാണുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, മെസ്സേജുകളിൽ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സംസാരത്തിൽ ഈ ഇംഗ്ലീഷ് കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മംഗ്ലീഷ് കഴിയുന്നതും ഒഴിവാക്കുക, പകരം ഇംഗ്ലീഷ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.